നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളത്ത് കടലിലിറങ്ങിയ തമിഴ്നാട് സ്വദേശിയായ യുവാവ് തിരയിലകപ്പെട്ട് മരിച്ചു. തൃശൂർ താലൂക്ക് ചെത്തുതൊഴിലാളി വിവിധോദ്ദേശ സഹകരണ സംഘത്തിന്റെ പെരിങ്ങോട്ടുകര ബ്രാഞ്ച് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ തൃപ്രയാറിൽ നടന്നു. വാർത്തകൾ വിശദമായി. തളിക്കുളത്ത് കടലിൽ ഇറങ്ങിയ തമിഴ്നാട് സ്വദേശിയായ യുവാവ് തിരയിലകപ്പെട്ട് മരിച്ചു. കോയമ്പത്തൂർ രാമനാഥപുരം സ്വദേശി ഭുവനേശ്വർ കുമാറാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. ഇയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട കോയമ്പത്തൂർ സ്വദേശി ശീലനെ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച 1:30 സംഭവം. ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനായി കടപ്പുറത്തെത്തിയ 23-അംഗ സംഘത്തിലുള്ളവരാണ് തിരയിൽ അകപ്പെട്ടത്. മത്സ്യത്തൊഴിലാളിയായ ഗിരീഷിനാണ് ഇവരെ കരയിൽ എത്തിച്ചത്. ഉടൻ തന്നെ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഭുവനേശ്വറിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സംഭവമറിഞ്ഞ് വാടാനപ്പള്ളി പോലീസും ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. തളിക്കുളം സ്നേഹതീരത്തിന് സമീപമാണ് ഇവർ കടലിൽ ഇറങ്ങിയത്. തൃശൂർ താലൂക്ക് ചെത്തുതൊഴിലാളി വിവിധോദ്ദേശ സഹകരണ സംഘത്തിന്റെ പെരിങ്ങോട്ടുകര ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരു സാമ്പത്തികമല്ല. ജീവിക്കുന്ന നിങ്ങളെല്ലാവരും ഗുണമുണ്ട്, നിങ്ങളുടെ അധ്വാനം കൊണ്ട് കേരളത്തിൽ വളർന്ന് പന്തലിച്ച് വലുതായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം അതൊരു രാഷ്ട്രീയ കക്ഷികാരന്മാരല്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ ബ്രാഞ്ച് ഇത് എല്ലാവർക്കും ഗുണം ചെയ്യും. ഒരു രാഷ്ട്രീയ കക്ഷിക്ക് മാത്രമായി ഗുണമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള അഭിപ്രായം അനുസരിച്ച് സംസ്ഥാനത്ത് അർഹതയുള്ള ഏത് സംഘം ആവശ്യപ്പെട്ടാലും രാഷ്ട്രീയ പരിഗണന നൽകാതെ ഇതുവരെ ഈ സംസ്ഥാനത്തിൻ്റെ പറയാൻ ചെയ്തിട്ടുണ്ട്. അതിന് തടസ്സം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ സഹകരണ മേഖലയെ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാധ്യത. നമ്മളിപ്പോൾ 35 കോടി നിസ്സാരമില്ല. നമ്മളെ പോലെ സംഘടന ഗീതാ ഗോപി MLA അധ്യക്ഷയായി. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA കൗണ്ടറിന്റെയും സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ലിസി സെബാസ്റ്റ്യൻ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുസലാം ആദ്യ ഡെപ്പോസിറ്റ് സ്വീകരിച്ചു. CN ജയദേവൻ, ജോസ് വള്ളൂർ, PR വർഗീസ് മാസ്റ്റർ, PR സിദ്ധൻ, VN ശങ്കരൻ, PR സുശീല ടീച്ചർ, KK ശ്രീനിവാസൻ, ഷീല വിജയകുമാർ, KM ജയദേവൻ, KB സദാശിവൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ക്ഷേത്രത്തിൽ നവീകരണ കലശത്തോടനുബന്ധിച്ച് നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ള അഷ്ടമംഗല പ്രശ്ന ചടങ്ങുകൾക്ക് മുന്നോടിയായി വഴിപാട് കൂപ്പണിന്റെ വിതരണോദ്ഘാടനം നടത്തി. കിഴക്കേ നടപ്പുറയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് മനക്കൽ മാധവൻ നമ്പൂതിരി ക്ഷേത്രം ഊരാളൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം മാനേജർ MS കാശി വിശ്വനാഥൻ അധ്യക്ഷനായി. ജനറൽ കൺവീനർ സ്വർണലത, വർക്കിംഗ് ചെയർമാൻ PG നായർ, AP സേതുമാധവ മേനോൻ, സനാതനധർമ്മ പാഠശാല പ്രസിഡന്റ് AK കുമാരൻ, K ദിനേശ് രാജ, പായിക്കാട്ട് രാമൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിച്ചു. എടമുട്ടം ആൽഫയുടെ പാലിയേറ്റീവ് പരിചരണത്തിനുള്ളവരുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. കൈപ്പറമ്പ് വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ സുധാ ബാലഗോപാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എന്തെങ്കിലും തരത്തിൽ ടെക്നോളജിയുടെ ഒരു സഹായം വേണ്ട ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് എല്ലാ കുട്ടികളും ചെയ്യണം എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് ഈ ചെറിയ കുട്ടിയോട് ഞാൻ പറയട്ടെ. വിദ്യാഭ്യാസം നല്ലതാണ്, പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കോഴ്സ് പഠിക്കാം. ഇവിടെ തന്നെ ഇപ്പുറത്ത് തന്നെ കാണുന്നുണ്ട് കുറേ വർക്ക്ഷോപ്സ്. ഇതിലൊക്കെ പങ്കെടുത്തിട്ട് ആൺകുട്ടി പെൺകുട്ടി ഭേദമില്ലാതെ നല്ല ലെവലിൽ എത്തിയിട്ട് ആർക്കെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കുകയാണ്. എന്നാൽ മാത്രമേ നമ്മൾ ജനിച്ചതിന് ഒരു കാര്യം ഒരു റീസൺ ആവുള്ളൂ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷനായി. KK സുഗതൻ, സുരേഷ് ശ്രീധരൻ, ഡോക്ടർ ജയരാജ് എന്നിവർ സംസാരിച്ചു. 122 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയത്. കയ്പമംഗലം ഗ്രാമലക്ഷ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ MV പ്രകാശൻ അനുസ്മരണവും നിർധനരായ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും നടത്തി.
ഗ്രാമലക്ഷ്മി മരണാനന്തര സമിതി ഹാളിൽ നടന്ന പരിപാടി മതിലകം SI D മിഥുൻ ഉദ്ഘാടനം ചെയ്തു. VR ഷൈൻ അധ്യക്ഷനായി. MD ദാമോദരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആ മരണ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെയും അതിവേഗത്തിൽ എത്തിക്കുകയും അതിന് വേണ്ടി വരുന്ന ആ സംഖ്യ ഉടനെ തന്നെ ആ സമയത്ത് ആ കുടുംബക്കാരെ ആശ്രയിക്കാണ്ട് തന്നെ കമ്മിറ്റിയുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. മഴക്കാല രോഗങ്ങളെക്കുറിച്ചും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നജി ക്ലാസ് എടുത്തു. പെരിഞ്ഞനം ഈസ്റ്റ് SNDP യോഗം ശാഖയിലെ ബാലജന യോഗത്തിന്റെ വാർഷികവും നോട്ട് പുസ്തക വിതരണവും നടത്തി. യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് ER കാർത്തികേയൻ മാസ്റ്റർ അധ്യക്ഷനായി. കൊടുങ്ങല്ലൂർ യൂണിയൻ സെക്രട്ടറി PK രവീന്ദ്രൻ നോട്ട് പുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്തു. ഞാൻ പല വനിതാ സംഘത്തിന്റെ മീറ്റിംഗിലും ഞാൻ എന്റേതായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നത് ഏറ്റവും ആദ്യമായിട്ട് കുട്ടികൾക്ക് ഗുരുഭക്തി ഉണ്ടാകും. കുട്ടികൾക്ക് ഗുരുഭക്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ഗുരുഭക്തി വേണം. ഗുരുഭക്തിയോടുകൂടി നമ്മള് വീട്ടിലെ സന്ധ്യാസമയത്ത് പ്രാർത്ഥനകൾ തുടങ്ങണം. ആ തുടങ്ങുമ്പോൾ നമ്മളെല്ലാ ചടങ്ങുകളും ശ്രീനാരായണ ധർമ്മ പരിപാലനവുമായി ബന്ധപ്പെട്ട ഏത് ചടങ്ങുകൾ തുടങ്ങുമ്പോഴും ആദ്യമായിട്ട് ഭദ്രദീപം സ്വാമിയുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ഫോട്ടോ വെച്ച് ഭദ്രദീപം കൊളുത്തുമ്പോൾ ആ ഭദ്രദീപം കൊളുത്തുന്ന സമയത്ത് ES അശ്വിൻ ബാലജന യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. MS ആദർശ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശാഖാ സെക്രട്ടറി PC ശങ്കരനാരായണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് AR വാസുദേവൻ നന്ദിയും പറഞ്ഞു. യോഗത്തിൽ KK കുട്ടൻ, KS ജയചന്ദ്രൻ, യൂണിയൻ കമ്മിറ്റി മെമ്പർ KK ശശീന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. 200ഓളം വിദ്യാർത്ഥികൾക്ക് നോട്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി. ഇനിയൊരു ഇടവേള.